നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള തുടരുന്നു. മേള തിങ്കളാഴ്ച സമാപിക്കും. ജെൻഡർ ഇക്വാലിറ്റി യൂണിവേഴ്സൽ അത്ലോ ക്ലബ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മിക്സഡ് വോളിബോൾ, മിക്സഡ് അയൺ ഗെയിം മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴയിൽ ഒരു മാസം മുൻപ് തെരുവുനായയുടെ കടിയേറ്റ +2 വിദ്യാർത്ഥി പേവിഷബാധയേറ്റ് മരിച്ചു. 46ാമത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം 24-25 തീയതികളിൽ തൃശൂരിൽ നടക്കുന്നു. ഇതിനു മുന്നോടിയായി 100 നീ ക്ലിനിക്കുകളുടെ ഉദ്ഘാടനം ഞായറാഴ്ച ആലപ്പുഴയിൽ നടത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നടന്നുവരുന്ന എന്റെ കേരളം വിപണന പ്രദർശന മേള തുടരുന്നു. മേള തിങ്കളാഴ്ച സമാപിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴയിൽ നടന്നുവരുന്ന എന്റെ കേരളം പ്രദർശനം വിപണന മേള തുടരുന്നു. ആലപ്പുഴ ബീച്ചിലാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. മെയ് 12-ന് മേള സമാപിക്കും. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേള വളരെയധികം ശ്രദ്ധയാണ് ആകർഷിച്ചു വരുന്നത്. മന്ത്രി പി പ്രസാദാണ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മേള ഉദ്ഘാടനം ചെയ്തത്. 200ഓളം സേവന വാണിജ്യ സ്റ്റാളുകളാണ് മേളയിലുള്ളത്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, ഭക്ഷ്യമേള, തീം സ്റ്റാൾ, കുട്ടികൾക്കായി കളിസ്ഥലം, സെമിനാറുകൾ, ഡോഗ് ഷോ, കാർഷിക വിപണന പ്രദർശന മേള, PRDയുടെ എന്റെ കേരളം ചിത്രീകരണം എന്നിവയും ഇതിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു വരുന്നു. ദിവസവും വൈകിട്ട് 7 മുതൽ വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു. പ്രവേശനം സൗജന്യമാണ്. മെയ് 12-ന് മേള സമാപിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. ജെൻഡർ ഇക്വാലിറ്റി യൂണിവേഴ്സൽ അത്ലോ ക്ലബ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മിക്സഡ് വോളിബോളും മിക്സഡ് അയൺ ഗെയിം മത്സരങ്ങളും സംഘടിപ്പിച്ചു. സ്ത്രീ പുരുഷ സമത്വത്തിന്റെ മഹിമ വിളിച്ചോതി ഓൾ ഇന്ത്യ മിക്സഡ് അയൺ ഗെയിംസിനും ഓൾ കേരള മിക്സഡ് വോളിബോൾ ഗെയിംസിനും വർണ്ണാഭമായ തുടക്കം. കേരള ജെൻഡർ ഇക്വാലിറ്റി യൂണിവേഴ്സൽ ഗെയിംസ് അത്ലോ ക്ലബ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴ മുഹമ്മ ആര്യക്കര AB വിലാസം സ്കൂളിൽ കായിക മത്സരങ്ങൾക്ക് തിരിതെളിഞ്ഞത്. ഒളിമ്പ്യൻ മനോജ് ലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ തന്നെ ഇത് ഒരു 2-2.5 വർഷക്കാലമായി ഇതിൻ്റെ പുറകിലുണ്ട്. സൗരൻ സാറും പ്രസിഡന്റ് ചേട്ടനും ഈ 2-2 വർഷക്കാലം ഇതിൻ്റെ പുറകിലായിരുന്നു. ഇനി ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രൂവൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. ലോകത്താദ്യമായാണ് ഇങ്ങനെ 2 മത്സരങ്ങൾക്ക് വേദി ഒരുങ്ങുന്നതെന്ന് മനോജ് ലാൽ പറഞ്ഞു. കായിക രംഗത്തും മത്സരങ്ങളിലും പുരുഷനൊപ്പം സ്ത്രീക്കും സ്ഥാനം ഉറപ്പാക്കാൻ പുതിയ മത്സര ഇനങ്ങൾ വഴി തുറക്കും. പുരുഷന്മാർക്ക് മാത്രം അവസരം ലഭിച്ചിരുന്ന കായിക ഇനങ്ങളിൽ സ്ത്രീകൾക്കും പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയുമെന്നത് മാറ്റത്തിന്റെ തിരികൊളുത്തലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് പറയുമെങ്കിലും രാഷ്ട്രീയ രംഗത്തുൾപ്പെടെ സ്ത്രീകൾ അവഗണിക്കപ്പെടുകയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു കൂട്ടിച്ചേർത്തു. പാത്രം കഴുകാനും മുറ്റമടിക്കാനും മാത്രമുള്ളവരാണ് സ്ത്രീകളെന്ന ചിന്ത ഇന്നുമുണ്ട്. സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കിയുള്ള കായിക ഇനങ്ങൾക്ക് തുടക്കമിടുന്നത് കാലത്തോട് നീതി പുലർത്തുന്നതാണ്. ഈ കായിക ഇനങ്ങൾക്ക് മുഹമ്മയിൽ തുടക്കമിടുന്നതിൽ ഏറെ അഭിമാനിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. മുൻ IPL താരവും സംഘടനാ പ്രസിഡന്റുമായ പ്രശാന്ത് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ കോർഡിനേറ്റർ V സവിനയൻ പുതിയ കായിക മത്സരങ്ങളുടെ വിശദീകരണം നടത്തി. A രൂപേഷ്, TP റോയി, ജോസഫ് സ്റ്റാൻലി, ഡോക്ടർ ഗിരീഷ് ഗോപാലകൃഷ്ണൻ, KS ലാലിച്ചൻ, ബിജോ കുഞ്ചരിയ, നിഷ ദയാനന്ദൻ, സനൽകുമാർ, PS സുനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കായിക മത്സരങ്ങളും നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ അമ്പലപ്പുഴയിൽ ഒരു മാസം മുൻപ് തെരുവുനായ കടിയേറ്റ +2 വിദ്യാർത്ഥി പേവിഷബാധയേറ്റ് മരിച്ചു. തകഴി കിഴക്കേ കരുമാടി ഗീതാഭവനത്തിൽ സരിത് കുമാറിന്റെയും ഗീതയുടെയും മകൻ തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി S സൂരജാണ് മരിച്ചത്. നായ കടിച്ചതിനെ തുടർന്ന് സമീപത്തെ ക്ലിനിക്കിൽ എത്തിയ കുട്ടിയോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി വാക്സിൻ എടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും പോയിരുന്നില്ല. നായ കടിച്ച കാര്യം മാതാപിതാക്കളെ അറിയിച്ചതുമില്ല. പനിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച സൂരജിന് പേവിഷബാധയുടെ ലക്ഷണമുണ്ടായിരുന്നതിനാൽ ഉടൻ വാക്സിൻ നൽകി. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു. സൂരജിന് നായ്ക്കളെ ഏറെ ഇഷ്ടമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 2 ആഴ്ച മുൻപ് അമ്പലപ്പുഴയിലെ ബന്ധുവീട്ടിൽ വളർത്തുനായയെ കൊഞ്ചിക്കുന്നതിനിടെ നഖം കൊണ്ട് കഴുത്തിൽ പോറലേറ്റിരുന്നു.
ഈ നായയ്ക്ക് 3 മാസം മുൻപ് പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നതിനാൽ അപ്പോഴും ചികിത്സ തേടിയില്ല. സൂരജിന്റെ മാതാപിതാക്കൾ തകഴി ക്ഷേത്രത്തിനു സമീപം ചായക്കട നടത്തുകയാണ്. സഹജ സഹോദരനാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. 46ാമത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മെയ് 24-25 തീയതികളിൽ തൃശൂരിൽ നടക്കുന്നു. ഇതിനു മുന്നോടിയായി ആലപ്പുഴയിൽ 100 നീ ക്ലിനിക്കുകളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 11-ാം തീയതി ഞായറാഴ്ച ആലപ്പുഴ ജില്ലാ വാർഷിക സമ്മേളനമാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ. ഒപ്പം തന്നെ നമുക്കിന്ന് അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വളരെ വ്യാപകമായി നടന്നു വരികയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ട ഒരവസ്ഥയിലല്ലാത്തവരുടെ പോലും മുട്ടുമാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നു എന്നുള്ളത് പലപ്പോഴും അതിൽ പ്രോത്സാഹനം നൽകുന്ന ഒരു വസ്തുതയായി മാറിക്കൊണ്ടിരിക്കുന്നതും കൂടെയാണ്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, നീ ജോയിന്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിലുള്ള ഒരു രോഗവും കൂടെയാണ്. മുട്ടുവേദന ഏതാണ്ട് പണ്ടൊക്കെ 60 വയസ്സിന് മേളിലായിരുന്നെങ്കിൽ ഇന്നൊരു 25 വയസ്സ് മുതൽ എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നൊരു രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പലതും ഈ 3rd സ്റ്റേജിലുള്ളതൊക്കെ പോലും ആയുർവേദ ചികിത്സ കൊണ്ട്, ആയുർവേദ മരുന്ന് കൊണ്ടും ഒക്കെ വളരെ ഭംഗിയായിട്ട് മാറ്റാവുന്ന സംഭവങ്ങളാണ്. ഈ മുട്ടു മാറ്റിവെക്കലിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടെന്നും അറിയാം. അത് ഉണ്ടാക്കാൻ പോകുന്ന ലോങ് ടേം ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയൊന്നും കൃത്യമായൊരു ധാരണ ജനങ്ങൾക്ക് കൊടുക്കാതെയാണ് ഇതിലേക്ക് നയിക്കപ്പെടുന്നത് എന്നുള്ളതും ഒരു വലിയ അപകടമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ കേരളം മൊത്തം ഒരു ഈ നീ ഇഷ്യൂസിൻ്റെ നീയുടെ മുട്ടുവേദന സംബന്ധമായ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലാ സമ്മേളനം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ആയുർവേദത്തിലെ ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ എല്ലാം ഒരു മാതൃ സംഘടനയാണ്. ആലപ്പുഴ ജില്ലയിൽ 1000-ഓളം ഡോക്ടേഴ്സ് ഈ സംഘടനയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലെ ആയുർവേദ ഡോക്ടർമാരുടെ ഏറ്റവും വലിയൊരു സമ്മേളനമാണ് ഈ ജില്ലാ സമ്മേളനം. ഈ ജില്ലാ സമ്മേളനത്തിൽ നമ്മുടെ KC വേണുഗോപാലാണ്, അദ്ദേഹമാണ് നമ്മുടെ ചടങ്ങിൻ്റെ ഉദ്ഘാടനം. ഒപ്പം തന്നെ 100 നീ ക്ലിനിക്കുകളുടെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട MLA PP ചിത്തരഞ്ജനാണ്. മുഖ്യാതിഥിയായിട്ട് ബാബു നമ്പൂതിരി, പ്രൊഫസർ ബാബു നമ്പൂതിരി, സിനിമാ താരം, അദ്ദേഹം ഇതിനകത്തേക്ക് ഉണ്ട്. KG രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വനിതാ കമ്മിറ്റി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 24-25 തീയതികളിൽ തൃശ്ശൂർ വെച്ച് നടക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഈ ജില്ലാ സമ്മേളനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 46ാമത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ ജില്ലാ സമ്മേളനം മെയ് 24-25 തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നു. ഇതിന് മുന്നോടിയായി AMAIയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനവും വനിതാ കൺവെൻഷനും 100 നീ ക്ലിനിക്കുകളുടെ ഉദ്ഘാടനവും ഞായറാഴ്ച രാവിലെ 8:30 മുതൽ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. ആലപ്പുഴ MP KC വേണുഗോപാൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ നിർവഹിക്കും. വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിക്കും. പ്രശസ്ത സിനിമാ താരം ബാബു നമ്പൂതിരി മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് AMAI ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് P, AMAI ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷാൻ ഷാഹുൽ തുടങ്ങിയവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല നെടുമ്പ്രക്കാട് വിളക്കുമരം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 250 മീറ്റർ നീളത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഗതാഗതത്തിനായി ജനങ്ങൾക്കായി തുറന്നു നൽകി. ചെങ്ങണ്ട കായലിനു കുറുകെയുള്ള ചെങ്ങണ്ട പാലത്തിന് സമാന്തരമായി ചേർത്തല, അരൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ചെങ്ങണ്ടയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വിളക്കുമരം പാലം നിർമ്മാണം പൂർത്തിയായി. വാഹനങ്ങൾ പുതിയ പാലം വഴി കടത്തിവിട്ടു തുടങ്ങി. 245 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും 350 മീറ്റർ അപ്രോച്ച് റോഡുകളുമായാണ് വിളക്കുമരം പാലം പൂർണ്ണതയിലെത്തിയിരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം 2 പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയതാണ്. വിവിധ തടസ്സങ്ങളാൽ നിലച്ച നിർമ്മാണം 2016-17 വർഷം പദ്ധതിയിൽ കിഫ്ബിയിൽ 22 കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത്. ഔദ്യോഗിക ഉദ്ഘാടന തീയതി ആയില്ലെങ്കിലും പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ചെങ്ങണ്ട പാലം വഴിയായിരുന്നു ഇതുവരെ ചേർത്തല നഗരത്തിൽ നിന്നും പള്ളിപ്പുറം, തൈക്കാട്ടുശ്ശേരി, പാണാവള്ളി, അരുക്കുറ്റി ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കടന്നുപോയിരുന്നത്.
ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പാലം വഴി കടന്നുപോയിരുന്നത്. വിളക്കുമരം പാലം നിർമ്മാണം പൂർത്തിയായതോടെ ചെങ്ങണ്ട പാലത്തിലെ തിരക്കും കുറയും. ചേർത്തല നെടുമ്പ്രക്കാട് കവലയിൽ നിന്നും റോഡിലൂടെ വിളക്കുമരം പാലത്തിലേക്ക് കയറിയാൽ പള്ളിപ്പുറം NSS കോളേജിന് പടിഞ്ഞാറ് ഭാഗത്തായി MLA റോഡിൽ എത്തിച്ചേരും. ഇവിടെ നിന്ന് MLA റോഡിലൂടെയോ ചേർത്തല അരൂക്കുറ്റി റോഡിലൂടെയോ വടക്കോട്ട് അരൂക്കുറ്റി അരൂർ വരെ പോകാം. പള്ളിപ്പുറം ഇൻഫോ പാർക്ക്, ഫുഡ് പാർക്ക്, വ്യവസായ മേഖല ഉൾപ്പെടെ സ്ഥാപനങ്ങൾ പാലത്തിന് സമീപമായതിനാൽ ഇവിടേക്ക് വരുന്നവർക്ക് എളുപ്പമാകും. പാലം പൂർത്തിയായെങ്കിലും NSS കോളേജിന് പടിഞ്ഞാറ് മുതൽ വിളക്കുമരം പാലം വരെ റോഡ് തകർന്ന സഞ്ചാരയോഗ്യമല്ല. ഇരുചക്ര വാഹനങ്ങളിൽ പോലും യാത്ര പ്രയാസകരമാണ്. ഇത് പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ പാലം വന്നതിന്റെ പൂർണ്ണ പ്രയോജനം നാടിന് ലഭിക്കൂ. പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണ വിഭാഗമാണ് റോഡ് നിർമ്മിക്കേണ്ടത്. ടൈം ന്യൂസ്, ചേർത്തല. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ വനിതാ ശിശു കടപ്പുറം ആശുപത്രിയിൽ മാതൃദിനാഘോഷം സംഘടിപ്പിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ മാതൃദിനം ആഘോഷിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എക്സംപ്ലറി മദേഴ്സായ റിട്ടയർഡ് അധ്യാപിക ബാലാമണി ടീച്ചറെയും ആലപ്പുഴ SDV ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപികയുമായ സിജി ശിവനെയും ആദരിച്ചു. കൂടാതെ വനിതാ ശിശു ആശുപത്രിയിലുള്ള അമ്മമാരെയും മാതൃദിനത്തിൽ ബാങ്ക് ആദരിച്ചു. ഒതുങ്ങിക്കൂടാതെ നമ്മുടെ ആ ഒരു സഹനശക്തി ഉണ്ട്. നമ്മളിലൂടെയാണ് നമ്മുടെ കുടുംബം മുഴുവൻ കറങ്ങുന്നതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വെല്ലുവിളികൾ വന്നു കഴിഞ്ഞാലും നമുക്കത് സഹിച്ചു മുന്നേറാനുള്ള ഒരു കഴിവുണ്ട്. ഇതാണ് എല്ലാ അമ്മമാരും. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തിരുവല്ല റീജിയണൽ മേധാവി അസിസ്റ്റന്റ് ജനറൽ മാനേജർ രമ്യ കൃഷ്ണ, ആലപ്പുഴ ക്ലസ്റ്റർ മേധാവി വീണായം, റീജിയണൽ ബിസിനസ് മാനേജർ വിശ്വരാജ്, കോൺവെന്റ് സ്ക്വയർ ബ്രാഞ്ച് മേധാവി ലക്ഷ്മി ഗോപകുമാർ, വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തി KK, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശ്യാമ, ഹെൽത്ത് ഓഫീസർ ജയകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃദിനത്തിൽ ആശംസകളും നേർന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. മെയ് 25 മുതൽ 27 വരെ ആലപ്പുഴയിൽ നടക്കുന്ന 62ാമത് കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കുട്ടികളുടെ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. കേരള NGO യൂണിയൻ 62ാമത് സംസ്ഥാന സമ്മേളനം മെയ് 25, 26, 27 തീയതികളിൽ നടക്കുന്നതിന് മുന്നോടിയായി വിവിധ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ LP, UP, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ മത്സരവും സംഘടിപ്പിച്ചു. മെയ് 10 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആലപ്പുഴ TD ഹൈസ്കൂളിൽ നടന്ന ചിത്രരചനാ മത്സരം പ്രശസ്ത കാർട്ടൂണിസ്റ്റ് പ്രേംജിത്ത് കായംകുളം ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരന്മാർ കേരളത്തിലും ലോകത്താകമാനം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജാവ്, ചിത്രകലയിലെ രാജാവ്, അല്ലെങ്കിൽ രാജകുമാരന്റെ ചിത്രകാരൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന രവിവർമ്മയുടെ ദൈവങ്ങളെയാണ് നമ്മൾ ഇപ്പോഴും ആരാധിക്കുന്നത്. രവിവർമ്മ മോഡലാക്കി വെച്ച്, സ്ത്രീകളെ മോഡലാക്കി വെച്ച് സരസ്വതിയും ലക്ഷ്മി ദേവിയും ഒക്കെയാണ്, സീതയും ഒക്കെയാണ് നമ്മൾ ഇന്ന് പൂജമുറിയിൽ വെച്ച് ആരാധിക്കുന്നത്. അപ്പോൾ അത് നിതാന്തമായ അവർ ലോകം മുഴുവടത്തോളം കാലം നിലനിൽക്കുന്ന ചിത്രകാരന്മാർ. അതുപോലെ പിക്കാസോ പറഞ്ഞിട്ടുണ്ട്, ദി ആർട്ട് ഓഫ് വർക്ക് മസ്റ്റ് ബി എന്താണ്, മനുഷ്യനെ പ്രകോപിപ്പിക്കുന്നതായിരിക്കണം. വെറുതെ ഒരു ചിത്രം വരച്ച് വെക്കുക എന്നുള്ളതല്ല, ഒരു കാളയുടെയോ ഒരു കുതിരയുടെയോ പടം വരച്ച് വെക്കുക എന്നുള്ളതല്ല. അത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഒരു വികാരം അതിനകത്തുണ്ടാവണം, അല്ലെങ്കിൽ നമുക്കൊരു പ്രതിഷേധം, നമ്മുടെ മനസ്സിനെ അത് അജിറ്റേറ്റ് ചെയ്യണം, ഇറിറ്റേറ്റ് ചെയ്യണം. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് N അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ B സന്തോഷ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. MS പ്രിയലാൽ നന്ദിയും ജില്ലാ സെക്രട്ടറി C സലീഷ് സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ 4 പേരുടെ കൂടെ മൊഴിയെടുത്തു. തസ്ലിമയുമായി ബന്ധമുള്ള 4 പേരുടെ മൊഴിയാണ് എക്സൈസ് വകുപ്പ് രേഖപ്പെടുത്തിയത്. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ 4 പേരുടെ രഹസ്യമൊഴി കൂടി കോടതി രേഖപ്പെടുത്തി. ചേർത്തല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷെറിൻ K ജോർജാണ് മൊഴി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം നടൻ ശ്രീനാഥ് ബാസി, ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിക്കാനുള്ള കാർ വാടകയ്ക്ക് നൽകിയ യുവാവ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി. എറണാകുളത്ത് കഞ്ചാവ് ഒളിപ്പിച്ച ഫ്ളാറ്റിലെ താമസക്കാരി വാഹനം വാടകയ്ക്കെടുക്കാൻ ആധാർ കാർഡ് കൈമാറിയ യുവതി, കഞ്ചാവ് ആവശ്യപ്പെട്ട 1ാം പ്രതി തസ്ലിമിയെ വിളിച്ച 2 പേർ എന്നിവരുടെ രഹസ്യമൊഴിയാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. വിചാരണാവേളയിൽ കൂറുമാറാൻ സാധ്യതയുള്ളവരുടെ മൊഴികളാണ് കോടതിയിൽ രേഖപ്പെടുത്തുന്നത്. മൊഴിപ്പകർപ്പ് അടുത്ത ദിവസം എക്സൈസിന് കൈമാറും. മൊഴികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ അതേക്കുറിച്ചും അന്വേഷിക്കും. പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുമ്പോൾ ഇവരുടെ ലഹരി ഇടപാടുകളുടെ കൂടുതൽ വിവരം കിട്ടുമെന്നാണ് എക്സൈസിന്റെ പ്രതീക്ഷ. ടൈം ന്യൂസ്, ആലപ്പുഴ. ദേശീയപാത അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം മെയ് 11 തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം കർശനമാക്കും. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി 11 മുതൽ ഗതാഗത ക്രമീകരണം. അരൂർ പള്ളി ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. ബൈപ്പാസ് കവലയ്ക്ക് വടക്കു ഭാഗത്തായി 3 തൂണുകളും
തുടർ കോൺക്രീറ്റ് ബ്ലോക്ക് നിരത്തിയുള്ള അപ്രോച്ച് റോഡ് പാലത്തിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കും. അപ്രോച്ച് റോഡിന്റെ ഇരുവശങ്ങളിലുമായി സർവീസ് റോഡും കാണയും ഉണ്ടാകും. കുമ്പളം പാലത്തിലേക്കുള്ള റോഡിലൂടെ കാറും ഇരുചക്ര വാഹനങ്ങളും മാത്രമേ കടത്തിവിടുകയുള്ളൂ. ബസ്സും ചരക്ക് വാഹനങ്ങളുമെല്ലാം സമാന്തരമായുള്ള സർവീസ് റോഡ് വഴി പോകണം. നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിൽ ഇനി മുതൽ അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. ടൈം ന്യൂസ്, ചേർത്തല. നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അവലോകന യോഗം ചേർന്നു. വിവിധ യൂണിറ്റുകളിലെ സെക്രട്ടറിമാരും മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അവലോകന യോഗം ചേർന്നു. വിവിധ യൂണിയനുകളിലെ സെക്രട്ടറിമാരും മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. NSSന് കീഴിലുള്ള അമ്പലപ്പുഴ, ചേർത്തല, കാർത്തികപ്പള്ളി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, നോർത്ത് പറവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ, ആലുവ, കണയന്നൂർ, കുന്നത്തുനാട്, പത്തനംതിട്ട, പന്തളം, തൊടുപുഴ എന്നീ താലൂക്ക് യൂണിയനുകളിലെ യൂണിയൻ സെക്രട്ടറിമാർ, അഡീഷണൽ ഇൻസ്പെക്ടർമാർ, NSS പ്രോഗ്രാം കോർഡിനേറ്റർമാർ, HR കോർഡിനേറ്റർമാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മേഖലാതല അവലോകന യോഗവും നടന്നു. കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലിന്റെ മോഡലിൽ പഞ്ചായത്തിലെ മെമ്പർമാരുണ്ട്, മുനിസിപ്പാലിറ്റി മെമ്പർമാരുണ്ട്, കോർപ്പറേഷൻ മെമ്പർ, എങ്കിലും അതിൻ്റെ സെക്രട്ടറിയാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു തലത്തിലാണ് നായർ സർവീസ് സൊസൈറ്റി ഓരോ യൂണിയനിലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ യൂണിയൻ സെക്രട്ടറിമാർക്കുള്ള ഉത്തരവാദിത്വം, ഓരോ കരയോഗങ്ങളുമായുള്ള ബന്ധം, രീതികളൊക്കെ അറിയാവുന്നത് യൂണിയൻ സെക്രട്ടറിമാരാണ്. അവരാണ് വാസ്തവത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ അടിത്തറ തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം യൂണിയനുമായുള്ള ബന്ധം, കരയോഗങ്ങളുമായുള്ള ബന്ധം, ഹെഡ് ഓഫീസുമായുള്ള ബന്ധം, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ അംബാസഡർമാരാണ് യൂണിയൻ സെക്രട്ടറിമാർ. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളാണ് യൂണിയൻ്റെ പ്രവർത്തനങ്ങളെ മുഖ്യമായി ബാധിക്കുന്നതും. അല്ലാണ്ട് യൂണിയൻ സെക്രട്ടറി അല്ലെങ്കിൽ യൂണിയൻ പ്രസിഡന്റ് അല്ല, അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളല്ല. അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന സെക്രട്ടറിമാരുടെ ചുമതലയാണ്. ഒരു യൂണിയന്റെ പ്രവർത്തനം സജീവമാകുന്നു എന്ന് പറഞ്ഞാൽ ആ സെക്രട്ടറി സജീവം എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹാളിൽ NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന സമ്മേളനത്തിൽ NSS രജിസ്ട്രാറും സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയുമായ VV ശശിധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. NSS കരയോഗം അസിസ്റ്റന്റ് രജിസ്ട്രാർ V ഉണ്ണികൃഷ്ണൻ യോഗ നടപടികളുടെ ഏകോപനം നിർവഹിച്ചു. നോർത്ത് പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് M ജനീഷ് കുമാർ യോഗത്തിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാർ അതത് താലൂക്ക് യൂണിയന്റെയും MSSSന്റെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. MSSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശങ്കരൻ നായർ, നാരായണൻ നായർ എന്നിവർ വിശദീകരിച്ചു. ചേർത്തല താലൂക്ക് യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ സ്വാഗതവും ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി BK മോഹൻദാസ് കൃതജ്ഞതയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഭക്തിസാന്ദ്രമായി. ഹനുമൽ ചാലിസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആഞ്ജനേയ ഹോമം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം. റീജിയണൽ ലേബർ ഓഫീസർ സുരേഷ് കുമാർ ഹനുമൽ ചാലിസ ജപയജ്ഞത്തിന് ഭദ്രദീപം തെളിയിച്ചു. ബ്രഹ്മശ്രീ ഡോക്ടർ BK അശോക് കുമാർ, അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചടങ്ങിന് പ്രസിഡന്റ് MV രാജേന്ദ്രൻ, സെക്രട്ടറി PD ബാഹുലയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴയിൽ എന്റെ കേരളം പ്രദർശന വിപണന മേള തുടരുന്നു. മേള തിങ്കളാഴ്ച സമാപിക്കും. ജെൻഡർ ഇക്വാലിറ്റി യൂണിവേഴ്സൽ അത്ലോ ക്ലബ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മിക്സഡ് വോളിബോൾ, മിക്സഡ് അയൺ ഗെയിം മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴയിൽ 1 മാസം മുൻപ് തെരുവുനായുടെ കടിയേറ്റ +2 വിദ്യാർത്ഥി പേ വിഷബാധയേറ്റ് മരിച്ചു. 46ാമത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം 24-25 തീയതികളിൽ തൃശൂരിൽ നടക്കുന്നു. ഇതിനു മുന്നോടിയായി 100 നീ ക്ലിനിക്കുകളുടെ ഉദ്ഘാടനം ഞായറാഴ്ച ആലപ്പുഴയിൽ നടത്തുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.